പൈവളികി നഗർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് നിർമ്മിച്ച ബഹുനില കെട്ടിടം ഉത്സവ അന്തരീക്ഷത്തിൽ കുട്ടികൾക്കായി തുറന്നു. മണ്ഡലം എംഎൽഎ എ.കെ.എം. അഷ്റഫാണ് പുതിയ ക്ലാസ് മുറി കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. This news sponsored by Yenappoya Speciality Hospital, Kodiyal Bayal, Mangalore. കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച 3,90,00,000 രൂപ ചെലവഴിച്ചാണ് പൈവളികി നഗർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ക്ലാസ് മുറി കെട്ടിടം നിർമ്മിച്ചത്. ആധുനിക രീതിയിൽ പണിതീർത്ത ബഹുനില കെട്ടിടം ചൊവ്വാഴ്ച രാവിലെ മണ്ഡലം എംഎൽഎ എ.കെ.എം. അഷ്റഫ് ഉത്സവ അന്തരീക്ഷത്തിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം മികവിൻ്റെ പാതയിലാണെന്നും നാട്ടിൽ റോഡും പാലവുമില്ലാത്ത കാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ നമ്മുടെ പൂർവികന്മാർ കഠിനാധ്വാനം ചെയ്തിരുന്നുവെന്നും എംഎൽഎ പറഞ്ഞു. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് മഞ്ചേശ്വരം പോലെയുള്ള ഒരു മേഖല, പ്രത്യേകിച്ച് ഭാഷാ ന്യൂനപക്ഷങ്ങളിൽ മഹാഭൂരിപക്ഷമുള്ള ഈ മേഖലയിൽ ഒട്ടുമിക്ക സ്കൂളുകളും കന്നഡയും മലയാളവും, ചില സ്കൂളുകളിൽ ഉറുദു അടക്കം പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത്. നമ്മുടെ പൂർവികർ ഇത്രമാത്രം വികസനവും പുരോഗതിയും ഒന്നുമില്ലാത്ത ഒരു കാലത്ത് റോഡും പാലവും നിർമ്മിക്കുന്നതിനേക്കാളും മഞ്ചേശ്വരത്തിൻ്റെ ഓരോ ഗ്രാമങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചതിൻ്റെ ഒരു വലിയ ഉദാഹരണം നമുക്ക് നിരവധിയായി കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ചു പോകാറുണ്ട്. എൻ്റെ മണ്ഡലത്തിൻ്റെ ചില ഉൾഗ്രാമങ്ങളിൽ, ഇപ്പോഴും വലിയ നഗരമായി മാറാത്ത ഗ്രാമങ്ങളിൽ പോലും ചില സ്കൂളുകൾ 100 വർഷം പൂർത്തീകരിക്കുന്നത് കാണുമ്പോൾ നമ്മെക്കാളും മുമ്പേ ജീവിച്ച് മരിച്ചുപോയ ആ പഴയ തലമുറ എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയത് എന്നുള്ളത് അത്ഭുതത്തോടു കൂടി ഞാൻ നോക്കിക്കാണാറുണ്ട്, പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ചടങ്ങിൽ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് UK സൈഫുള്ള തങ്ങൾ അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ KB രഘുരാമ ആൾവ സ്വാഗതം പറഞ്ഞു. പൈവളികി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബദ്രുന്നിസ സലീം, സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനീന ZA, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അസീസ് മെരിക്കെ, പഞ്ചായത്ത് അംഗങ്ങളായ റസാഖ് ചിപ്പാർ, അസീസ് കളായി, സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് K വിശ്വനാഥ, ZA, റഫീഖ് അമ്പക്ക തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.